ഒരു അടിയന്തര എപ്പിസ്കോപ്പൽ സുന്നഹദോസാണ് ഇവിടെ നടന്നത്. ക്ലിയറാണോ? നിങ്ങൾ കേൾക്കാം? കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന അതിക്രൂരവും മനുഷ്യത്വരഹിതവുമായ പോലീസ് നടപടികളും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുളന്തുരുത്തി മാർത്തോമൻ യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന അതിക്രൂരമായ പോലീസ് മർദ്ദനവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാത്രിയുടെ മറവിൽ കോടതിയുടെ ഉത്തരവെന്ന് പറഞ്ഞുകൊണ്ട് 500ഓളം വരുന്ന പോലീസുകാർ ഫോർട്ട് കൊച്ചി RDOയുടെ നേതൃത്വത്തിൽ അവിടെ വന്ന് അക്ഷരാർത്ഥത്തിൽ നരനായാട്ടാണ് അവിടെ നടന്നത്. ഇന്നലെയും ഇന്നും തിങ്കളാഴ്ചയുമായി യാക്കോബായ സഭയുടെ ഓരോ ദിവസവും 1-2 പള്ളികൾ, ഓണപൂർ പള്ളി, ഇന്ന് തിരുവാർപ്പ് പള്ളി, ചാലിശ്ശേരി പള്ളിയുടെ ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുകയാണെന്ന് കേട്ടു. നൂറ്റാണ്ടുകളായി യാക്കോബായ സഭയുടെ മാത്രമായിരിക്കുന്ന ദേവാലയങ്ങളാണ് ഇതുപോലെയുള്ളതായ പകൽ കൊള്ള എന്ന് പറയാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് രാത്രിയുടെ മറവിൽ നടക്കുന്ന കൊള്ള നടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഈ സഭയെ സംബന്ധിച്ചിടത്തോളം, നീതിപീഠങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. അധികാരികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നീതിയും മനുഷ്യത്വവും മനുഷ്യനാണെന്ന പരിഗണനയും ലഭിക്കുന്നില്ല. ഈ അടിയന്തര സാഹചര്യത്തിൽ ഇതിനെല്ലാം നിദാനമായിരിക്കുന്നത് 100 വർഷം മുമ്പ് മാത്രം രൂപം കൊണ്ട മെത്രാൻ കക്ഷികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ മനുഷ്യത്വരഹിതവും ക്രിസ്തീയമല്ലാത്തതും നീതിപൂർവമല്ലാത്തതുമായ നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം മുളന്തുരുത്തിയിൽ സ്ത്രീകളും കുട്ടികളും പട്ടക്കാരും വൈദികരും സഭയുടെ മെത്രാപ്പോലീത്തമാരെയൊക്കെ ക്രൂരമായിട്ട് മർദ്ദിച്ച് തൂക്കിക്കൊണ്ടുപോകുന്നതായ ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുഴുവൻ റിപ്പോർട്ട് ചെയ്തതാണ്. 10 മണി വരെ സമയം തരാൻ കേണപേക്ഷിച്ചു. കോടതിയിൽ കേസ് നിൽക്കുകയാണ്. RDO വളരെ പരുഷമായിട്ടായിരുന്നു ഫോർട്ട് കൊച്ചി RDOയുടെ പ്രതികരണം. മാത്രമല്ല, പള്ളിയിൽ അകത്ത് കയറി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ കോവിഡ് കാലത്ത് കോടതികളുടെ തിരക്ക് പിടിച്ചുള്ളതായ ഈ പള്ളിപിടുത്തത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. എങ്കിൽ പോലും ഇത് അനീതിയും മനുഷ്യത്വരഹിതവുമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ സഭ ഏത് പ്രതിസന്ധി വന്നാലും ശക്തമായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് സത്യവിശ്വാസത്തിൽ മുറുകെ പിടിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ഈ സഭ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അടിയുറച്ച തീരുമാനവും പ്രഖ്യാപനവുമായിട്ട് ഇന്ന് പരിശുദ്ധ സഭയുടെ സുന്നഹദോസ് ഇവിടെ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഈ സുന്നഹദോസ് ഇവിടെ കൂടി. സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരും ഈ സുന്നഹദോസിൽ, ഇത് അടിയന്തര സുന്നഹദോസ് ആയിരുന്നിട്ട് പോലും സുന്നഹദോസിൽ സംബന്ധിച്ചു. ഞങ്ങളുടെ ഒരു മെത്രാപ്പൊലീത്തായെ തിരുവാർപ്പ് പള്ളിയിൽ അദ്ദേഹത്തെ പോലീസ് അവിടെ നിന്ന് ബലമായി അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന, അനേക വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരുന്ന ആ ദേവാലയത്തിൻ്റെ പള്ളിമുറിയിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി അദ്ദേഹത്തെ ഇപ്പോൾ എവിടെയോ അറസ്റ്റ് ചെയ്ത് അവിടെ വച്ചിരിക്കുകയാണ്. ഈ കേരളത്തിൽ ഇതുപോലെ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് ലജ്ജാകരമായ ഇതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ
ഈ സാഹചര്യത്തിൽ എങ്ങനെ സഭ മുന്നോട്ട് പോകും എന്നുള്ള നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനാണ് ഇന്ന് ഈ സുന്നഹദോസ് കൂടിയത്. ഇവിടെ എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് പരിശുദ്ധ സഭയുടെ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റി ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനി. അതിന് തൊട്ടടുത്തായിരിക്കുന്നത് സഭയുടെ സുന്നഹദോസ് എപ്പിസ്കോപ്പൽ സുന്നഹദോസ് സെക്രട്ടറി തോമസ് മോർ തിമോത്തിയോസ് തിരുമേനി. തൊട്ട് ചേർന്നിരിക്കുന്നത് സിംഹാസനപ്പള്ളികളുടെ കുര്യാക്കോസ് മോർ ദിയസ്കോറോസ് തിരുമേനി. എൻ്റെ വലതുവശത്തിരിക്കുന്നത് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി. സഭ വൈദിക ട്രസ്റ്റീസ് വന്യ സ്ലീബ പോൾ കോറപ്പിസ്കോപ്പ, അൽമായ ട്രസ്റ്റി കമാൻഡർ ഷാജി ചുണ്ടയിൽ, അൽമായ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ്. ഇത്രയും പേരാണ് ഈ പത്രസമ്മേളനത്തിൽ. എൻ്റെ പേര് കുര്യാക്കോസ് തെയോഫിലോസ്, സഭയുടെ മീഡിയ സെൽ ചെയർമാനാണ്. ഇത്രയും പേരാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവരെയും യാക്കോബായ സഭയുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം ഈ സഭയോട് ചേർന്ന് നിന്ന് ഈ പാവപ്പെട്ട വിശ്വാസികളുള്ള ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വലിയ കോർപ്പറേറ്റുകളുടെ സഹായമൊന്നുമില്ല. നിങ്ങൾക്കറിയാം അതിൻ്റെയൊക്കെ സ്വാധീനങ്ങൾ എവിടം വരെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത്. എന്നാൽ ഈ പാവപ്പെട്ട വിശ്വാസികളോട് ചേർന്ന് നിന്ന് ഈ സഭയെ സഹായിക്കുന്ന മാധ്യമപ്രവർത്തകരെ, ദൃശ്യപത്ര മാധ്യമ പ്രവർത്തകരെ എല്ലാം വളരെ വിനയത്തോടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്കും പരിശുദ്ധ സഭയ്ക്കും വേണ്ടി വിനയത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സുന്നഹദോസിൻ്റെ തീരുമാനങ്ങൾ ഇവിടെ നിങ്ങളെ അറിയിക്കുവാൻ മെത്രാപ്പോലീത്തൻ ട്രസ്റ്റി അഭിമന്യ പിതാവായ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ഇപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളെ തിരുമേനി അറിയിക്കുന്നതായി. എല്ലാവർക്കും നമസ്കാരം. പരിശുദ്ധ സഭ എല്ലാവർക്കും അറിവുള്ളതുപോലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കേൾക്കാമേല അവിടെ 2017 ജൂലൈ 3 വിധിക്ക് ശേഷം സഭയിലെ ഏകദേശം 50ഓളം അടുക്കെ ദേവാലയങ്ങൾ ഇതിനോടകം സഭയ്ക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട ദേവാലയങ്ങൾ എല്ലാം തന്നെ ബഹുഭൂരിപക്ഷം, സിംഹഭൂരിപക്ഷം സത്യസുറിയാനി സഭയിലെ വിശ്വാസികളുള്ള ദേവാലയങ്ങളാണ്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ആരാധനാലയങ്ങൾ ആരാധനയ്ക്ക് പോലും തുറന്നിടാതെ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും കോവിഡ് വ്യാപനത്തിൻ്റെ തീവ്രത നിലനിൽക്കുമ്പോഴും ജുഡീഷ്യറി അതിനെതിരെയെല്ലാം കണ്ണടച്ച് ഇപ്പോൾ തന്നെ ഈ പള്ളികളൊക്കെ ഒന്നുകിൽ കസ്റ്റഡിയിലെടുക്കണമെന്നോ അതല്ലെങ്കിൽ മറുവിഭാഗത്തിന് ആരാധനയ്ക്കായി തുറന്നു കൊടുത്തുകൊണ്ടും നടത്തുന്ന അന്യായ വിധികളിലൂടെ നടക്കുന്ന ദുരന്തമാണ് ഇന്ന് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ 2 പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരുമേനിയോട് ഓർപ്പിച്ചു. തിരുവാർപ്പ് പള്ളിയും അതുപോലെ തന്നെ ചാലിശ്ശേരി യാക്കോബായ പള്ളിയും. തിരുവാർപ്പ് പള്ളിയിൽ ഒരു കുടുംബം ഓർത്തഡോക്സിനുണ്ടാകുന്നത് ഈ അടുത്ത കാലത്താണ്. ചാലിശ്ശേരി പള്ളിയിൽ വിരലിലെണ്ണാവുന്ന ഏതാനും ചില കുടുംബങ്ങൾ മാത്രം. ഇത് തന്നെയാണ് ഓണക്കൂർ പള്ളിയിലും പൂതൃക പള്ളിയിലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഗവൺമെൻറ് ഒരു നിർദ്ദേശം വെച്ചു ജുഡീഷ്യറിയുടെ മുമ്പാകെ. ഈ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നത്
ഒരു 2 മാസം ഒന്ന് നിർത്തിവെക്കണം. പക്ഷെ ജുഡീഷ്യൽ ഇത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ പല പ്രാവശ്യം വാർത്താമാധ്യമങ്ങളിലൂടെ ഈ അപകടം പറയുകയുണ്ടായി. ആ ദുരന്തം മുളന്തുരുത്തിയിൽ സംഭവിച്ചു. മുള്ളരിങ്ങാട് പള്ളിയിൽ സംഭവിച്ചത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. മുളന്തുരുത്തി വിശുദ്ധ മർത്തോമൻ പള്ളിയിൽ സുറിയാനി സഭയുടെ അന്ത്യോക്യ മലങ്കര ബന്ധത്തിൻ്റെ തറവാടാണ്. അവിടെ സ്വാഭാവികമായും 3000-ഓളം വരുന്ന ഇടവക ജനങ്ങൾ ഉള്ള ദേവാലയം അതെന്നേക്കുമായി നഷ്ടപ്പെടുമ്പോൾ അവിടെ അവസാന മണിക്കൂറുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ജനങ്ങൾ ഓടിക്കൂടുക സ്വാഭാവികമാണ്. 1500-ഓളം വരുന്ന വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും പള്ളി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി രാത്രിയിൽ വന്ന് 4 മണിക്ക് മുതൽ ഓപ്പറേഷൻ തുടങ്ങി. 2.5 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. സ്ത്രീകളും കുട്ടികളും നോക്കി നിന്നവരും വൈദികരും പ്രായമായവരും മെത്രാപ്പോലിത്തന്മാരെയും അടക്കം മർദ്ദിച്ച് അവശരാക്കി. അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി വികലമാക്കുന്ന രീതിയിലുള്ള കാടത്തരമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിക്കൂട്ടിയത്. അസിസ്റ്റൻറ്റ് ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവികൾക്കും അതിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ആരാധനാലയത്തിൽ കടന്നു കയറി ഇതുപോലെ മൃഗീയമായ രീതിയിൽ തല്ലിച്ചതയ്ക്കുവാൻ മാത്രം അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന അന്ന് 10 മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ വിഷയം സംബന്ധിച്ചൊരു കേസ് പരിഗണനയിലാണ്. അതായത് കോവിഡ് വ്യാപനം ആ പഞ്ചായത്തിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് നോട്ടീസ് കൊടുത്തു. അവിടെ ചുറ്റുപാടുമെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വന്നാൽ ആളുകൾ ഓടിക്കൂടും. 3 ദിവസമായിട്ട് ഇവിടെ ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികൾ അങ്ങനെ ഒരു കൂട്ടമോട് ഉണ്ടാകാനുണ്ടായ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അങ്ങനെ ഉത്തരവിട്ടത് ജുഡീഷ്യറിക്ക് തന്നെയാണ് എൻ്റെ ഉത്തരവാദിത്വം. അതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജനത്തെ ഇതുപോലെ മർദ്ദിച്ച് അവശരാക്കി 4 പാടും ഓടിച്ച് അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ നടത്തി അവിടെ ഇവാക്യുവേറ്റ് ചെയ്ത രീതി ജില്ലാ ഭരണകൂടത്തിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം. യാക്കോബായ സുറിയാനി സഭയുടെ ദേവാലയങ്ങൾ ഇതുപോലെ പിടിച്ചെടുക്കുന്ന ഒരു നടപടി നമ്മുടെ കേരള സമൂഹത്തിന് യോജിച്ചതല്ല. നിയമം നിഷേധിക്കുന്ന ഒരു സഭയായിട്ട് കേരള സമൂഹം ഞങ്ങളെ കാണരുത്. അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും സത്യമുള്ളതുമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. പക്ഷേ നിയമം ഞങ്ങൾക്കെതിരാണ്. ഞങ്ങളുടെ എതിർ വിഭാഗത്തിന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിശുദ്ധ ഗ്രന്ഥവും ജുഡീഷ്യറി അവർക്ക് ദൈവരാജ്യവുമാണ്. അങ്ങനെ ഒരു വിഭാഗമാണ് മറുവിഭാഗം. അവിടെ ക്രിസ്ത്യാനിറ്റിക്കോ മനുഷ്യത്വത്തിനോ ജനാധിപത്യ മൂല്യങ്ങൾക്കോ സത്യത്തിനോ യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു വിഭാഗമായി അവരെ കാണേണ്ടി വന്നത് ഞങ്ങൾക്ക് അതിയായ ദുഃഖവും വേദനയുമുണ്ട്. കാരണം കൂടാരമടിച്ച് ഒരുമിച്ച് താമസിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷേ 1912 മുതൽക്കുള്ള 100 വർഷക്കാലത്തിലധികമായിട്ടുള്ള വിഭജനവും അതിനുശേഷമുള്ള കോടതി വിധികളും ഇടയ്ക്കുണ്ടായ യോജിപ്പും പിന്നീടുണ്ടായ പിളർപ്പുമൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ
അടിത്തറയിൽ നിന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അതിൽ നിന്നും അവർ വ്യതിചലിച്ചു. പൗരാണിക സഭയിൽ നിന്ന് അവർ പുറത്തുപോയി. പക്ഷെ സത്യത്തിൻ്റെ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു. ഭാരത സംസ്കൃതിയിൽ സത്യമേവ ജയതേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു ഒരു നാൾ സത്യം വിജയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ തികച്ചും നീതിരഹിതമായും മനുഷ്യത്വരഹിതമായും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മറുവിഭാഗം ഇതുപോലെ ആരാധിക്കുന്ന ജനങ്ങളുടെ ആരാധനാലയങ്ങൾ ബലമായി നിയമത്തിൻ്റെ പിൻബലത്തിൽ പിടിച്ചടക്കുമ്പോൾ അവരുമായിട്ട് മുന്നോട്ടുള്ള സഹകരണത്തിൽ വ്യക്തമായ നിലപാടുകൾ സഭയ്ക്കെടുക്കേണ്ടതായി വന്നിരിക്കുന്നു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ 1975 മറുവിഭാഗത്തെ മുടക്കപ്പെട്ടവരായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവരുമായിട്ടുള്ള കൗദാശികമായ ബന്ധങ്ങളെല്ലാം നിർത്തുന്നതിന് വേണ്ടി കൽപ്പന അയച്ചിട്ടുള്ളതാണ്. എന്നാൽ കാലം മുറിവുകൾ ഉണക്കുമെന്നുള്ളതായ പ്രത്യാശയിൽ വഴക്കുകളും വ്യവഹാരങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പനയെ പൂർണ്ണതോതിൽ അത് പ്രായോഗികമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് കൂടിയ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അയച്ച കൽപ്പനയ്ക്ക് വിരുദ്ധമായി മറ്റൊരു കൽപ്പന പരിശുദ്ധ സിംഹാസനം അയച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിലും അതിൽ പറയുന്നതായ കാര്യങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സഭാപരമായി കൗദാശികമായിട്ടുള്ള ആരാധനാപരമായിട്ടുമുള്ള എല്ലാ ബന്ധങ്ങളും ദേവലോകം നേതൃത്വം നയിക്കുന്ന മെത്രാൻ കക്ഷികളുമായി ഇന്നു മുതൽക്ക് അവസാനിപ്പിക്കുവാൻ ഈ സുന്നഹദോസ് തീരുമാനിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ ദൈവാലയങ്ങളെയും ശ്രേഷ്ഠ കാതോലിക്ക ബാവ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ അനുമതിയോടുകൂടി പള്ളികൾക്ക് അയക്കുന്നതായിരിക്കും. സഭ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സഭകളും ഇനി യോജിക്കുക എന്നുള്ളത് അസാധ്യമാണ്, അപ്രായോഗികമാണ്. ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ടായി രണ്ട് സഭകളായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. യോജിപ്പ് എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായം തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ച് സിനോദോസ് പ്രഖ്യാപിച്ചു. എന്നാൽ സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആസ് ബ്രദർ ചർച്ചസ്, സഹോദരി സിസ്റ്റർ ചർച്ചസ്, സഹോദരി സഭകൾ എന്നുള്ള നിലയിലും ഒരേ ആരാധനാ പൈതൃകം പിന്തുടരുന്ന സഭകൾ എന്നുള്ള നിലയിലും അവരുമായിട്ട് ഏതൊക്കെ നിലകളിൽ ചർച്ചകളാകാമെന്നുള്ളത്, ഏതൊക്കെ മേഖലകളിൽ സഹകരിക്കാമെന്നുള്ളത് ചർച്ച ചെയ്യാൻ ഒരു സമിതി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നിയോഗിച്ചിട്ടുണ്ട്. എപ്പോൾ അവർ വിളിച്ചാലും ആ ചർച്ചയ്ക്ക് പോകും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ ചർച്ചയ്ക്കാണെങ്കിലും പള്ളിപിടുത്തം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെ അവർ അവസാനിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി കൺവീനറായിട്ടുള്ള മെത്രാപ്പോലീത്തന്മാർ അടങ്ങിയിരിക്കുന്ന കമ്മിറ്റി അവർ ആവശ്യപ്പെട്ടാൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. എ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയതായ ദേവാലയങ്ങൾ അത് ഇടവക ജനത്തിന് അവകാശപ്പെട്ടതാണ്. പാരിഷനേഴ്സിന്റെ റൈറ്റ് ഒരു കോടതി വിധിക്ക് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം പണിത് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇടവക ജനങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്നും എല്ലാം വിട്ട് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം അതിവിടുത്തെ ജുഡീഷ്യറി ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്, കാണേണ്ടതുമാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വ്യവഹാരം അവസാനിക്കുമ്പോൾ രണ്ട് വിഭാഗമാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു.
ബഹുമാനപ്പെട്ട അരുൺ മിശ്രയുടെ ജഡ്ജ്മെന്റ് അല്ല ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ചില പ്രത്യേക താല്പര്യങ്ങളാണ്. ആ താല്പര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാതൃസഭയായ യാക്കോബായ സുറിയാനി സഭയുടെ ഉണ്ടാകണ്ട എന്നുള്ളതാണ് ഓർത്തഡോക്സുകാരുടെ താല്പര്യം. പാത്രീർക്കീസിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്ന് വ്യക്തമായി അരുൺ മിശ്ര എഴുതി വെച്ചിട്ടുണ്ട്. അരുൺ മിശ്രയുടെ ജഡ്ജ്മെന്റിൽ എവിടെയെങ്കിലും പാത്രീർക്കീസുകാരെ അടിച്ചിറക്കി പള്ളി പിടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പാത്രീർക്കീസിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുന്നതിനുള്ള ടൂളായിട്ട് 34 കോൺസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കരുത് എന്ന് അരുൺ മിശ്ര എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സഭയിൽ 2 വിഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ എവിടെ പോയി? അതൊന്നും നോക്കാതെ ഇടവകക്കാരെ അടിച്ചിറക്കുന്ന നടപടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ താല്പര്യമല്ല. ഓർത്തഡോക്സ് വിഭാഗം കണ്ടംപ്റ്റ് കൊടുത്തിരുന്നു സുപ്രീം കോടതിയിൽ, അരുൺ മിശ്രയുടെ ബെഞ്ചിൽ തന്നെ. അദ്ദേഹം പറഞ്ഞു there is no contempt. അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സും അദ്ദേഹം അവസാന നാളിൽ കാണിച്ച മനോഭാവത്തിലെ മാറ്റം പോലും ഇവിടുത്തെ കോടതികൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം പാത്രീർക്കീസിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ഇടവകക്കാരൻ്റെ റൈറ്റ് സംരക്ഷിക്കാൻ ഇടവകക്കാരന് അവകാശമുള്ളപ്പോൾ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്ന നടപടികൾ പ്രതിഷേധാത്മകമാണ്. അത് ശരിയായ ഒരു നടപടിയുമല്ല. അവിടെ സുപ്രീം കോടതി വിധിയല്ല നടപ്പാക്കപ്പെടുന്നത്, മറ്റു ചില താല്പര്യങ്ങളാണ്. അതിൻ്റെ നിദാനം കേരളത്തിലെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന ചില ഉത്തരവുകളാണ്. അതിൽ ദുരൂഹതകളുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പലപ്പോഴും ഇതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നും മറുവിഭാഗം താല്പര്യം കാണിച്ചിട്ടില്ല. കേരളത്തിലെ എക്യുമെനിക്കൽ ബന്ധങ്ങളുള്ള സഭകളുണ്ട് കേരളത്തിലും ഭാരതത്തിലും. എല്ലാ ചർച്ച് ഹെഡ്സിനും ഈ സഭയ്ക്കുണ്ടായിരിക്കുന്ന വലിയ ദുരന്തം, ഈ അനുഭവം എല്ലാ സഭാ ഹെഡ്സിനും എഴുതി അറിയിക്കാൻ എക്യുമെനിക്കൽ വേദികളിൽ പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിട്ട് സഭയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ അത് അപ്രകാരം അയക്കും. ഞങ്ങൾ അങ്ങനെയുള്ള എക്യുമെനിക്കൽ യോഗങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും പ്രതിഷേധാർഹമായി അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുള്ളതായ തീരുമാനമാണ് ഈ കത്ത് കൊടുത്തിട്ട് ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഓറിയന്റൽ ഓർത്തഡോക്സ് ഫാമിലിയിലെ ഒരു മെമ്പറാണ് ഓർത്തഡോക്സ് സഭ. പരിശുദ്ധ പാത്രീർക്കീസ് ബാവ സുന്നഹദോസ് റിക്വസ്റ്റ് ചെയ്യുന്നു, ഓറിയന്റൽ ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നും ഇവരെ പുറത്താക്കണമെന്ന്. ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന് ഇടവകകൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി സംരക്ഷിക്കുന്നതിന് ചില ഓർഡിനൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചർച്ച് പ്രോപ്പർട്ടീസ് ആക്ടിനെ കുറിച്ചൊക്കെ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. നടപ്പാക്കണമെന്നുള്ള ആവശ്യങ്ങൾ പുറമെ നടക്കുന്നുണ്ട്. എന്നാൽ ഈ പരിതസ്ഥിതി പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ തിരുവനന്തപുരത്ത് ഒത്തിരി പ്രതികൂലമാണെന്ന് അറിയാമെങ്കിൽ കൂടിയും സഭയുടെ ഈ ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വയ്ക്കും. 50ഓളം പള്ളികൾ നഷ്ടപ്പെട്ടു. ഇനിയും 500ഓളം പള്ളികൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇത് തുടർന്നാൽ ഈ 500 പള്ളികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ബാബരി മസ്ജിദും അവിടെയുള്ള അമ്പലവും ശ്രീരാമന്റെ അമ്പലവും തമ്മിലുള്ള തർക്കം വളരെ നാളുകൾ നീണ്ടു നിന്നു. അതിനൊരു ശാശ്വത പരിഹാരമുണ്ടായി. വർഷങ്ങളോളം നീണ്ടുനിന്ന ആ ലിറ്റിഗേഷന് ബഹുമാനപ്പെട്ട കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചല്ലോ. അവിടെ പരാജയപ്പെട്ടവർക്ക് 5 ഏക്കർ സ്ഥലവും പള്ളി നിർമ്മിക്കാനുള്ളതായ സഹായവും കൊടുക്കാൻ കോടതി ഉത്തരവായി. 3000 കുടുംബങ്ങളെ ഇറക്കി വിട്ടിട്ട്
ഏതാനും കുടുംബങ്ങൾക്ക് വേണ്ടി പള്ളി പിടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം വിട്ട് പുറത്തിറങ്ങി പോകേണ്ടുന്ന, അല്ലെങ്കിൽ ബലം പിടിച്ച് പുറത്തിറക്കി വിടുന്ന ആളുകൾക്ക് ആരാധിക്കുവാൻ എൻ്റെ ഈ ജുഡീഷ്യറി ആ പള്ളിയുടെ സ്വത്തിൻ്റെ ഒരംശമെങ്കിലും കൊടുത്തുകൊണ്ടുള്ള ഒരു മാന്യമായ തീർപ്പിനും വേണ്ടി ശ്രമിക്കാത്തത് എന്നുള്ളതും ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയും അത് സംബന്ധിച്ച് ആലോചനകൾ, പുനർവിചിന്തനങ്ങൾ നടത്തേണ്ടുന്നതാണ്. ഈ നടപടികൾ മറുഭാഗത്തിന്റെ താല്പര്യത്തോടെ കോടതി വിധികളിലൂടെ ഇനിയും നടപ്പാക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിവിധ തരത്തിലുള്ളതായ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ളതായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ളതായ സത്യാഗ്രഹ, നിരാഹാര, പ്രാർത്ഥനാ സമരങ്ങൾ പല രൂപത്തിലും വിവിധ ദേവാലയങ്ങളും വിവിധ ഇടങ്ങളിലും ആരംഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നടത്തുന്ന സമരങ്ങളോട് ജനാധിപത്യ ദംശനത്തിൻ്റെയും ഇടവക ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്തതിൻ്റെയും ഇടവക ജനങ്ങളെ ബലം പ്രയോഗിച്ച് അടിച്ചു പുറത്താക്കുന്ന നടപടിക്കെതിരെ നടത്തുന്ന ഏത് സമരത്തിനും യാക്കോബായ സഭയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. സഭ തന്നെ അങ്ങനെയുള്ള സഹന സമരങ്ങൾ പൊതുസമൂഹത്തിന്റെ മധ്യേ ഈ വിഭാഗത്തിന്റെ തികച്ചും അംഗീകരിക്കാൻ സാധിക്കാത്ത സമീപനത്തെ അപലപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിധത്തിലുള്ളതായ സമര പരിപാടികൾ വരും ദിവസങ്ങളിൽ കൂടുതലായി അതിൻ്റെ ഗൈഡൻസ് ഇടവകകൾക്ക് കൊടുക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് ഗാദർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഒരു ദിവസം, അനുയോജ്യമായ ഒരു ദിവസം, ഒരു ഉപവാസ പ്രാർത്ഥന യജ്ഞം അഭിമന്യ തിരുമേനിമാരെല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ കൊണ്ടുവരണം. വിതൗട്ട് പ്രെജുഡീസ് ടു ദ കോർട്ട് ഓർഡേഴ്സ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നിയമം ഒരു വഴിക്ക് നിൽക്കട്ടെ. നീതിയും ന്യായവും സത്യവും ധർമ്മവും ജനാധിപത്യവും പുലരേണ്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. അവിടെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ എല്ലാവരും ഒരു നിയമനിർമ്മാണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനും ഒക്കെ പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെ ഉണ്ട്. ഇതുപോലെ അഴിഞ്ഞാട്ടമാണ് ക്രൈസ്തവ സഭ നടത്തുന്നത് എങ്കിൽ, ഈ വിഭാഗം നടത്തുന്നത് എങ്കിൽ, അതിന് കടിഞ്ഞാറുകളുടെ കാലം അതിക്രമിച്ചിരിക്കുന്നത് തന്നെയാണ് യാക്കോബായ സുറിയാനി സഭയ്ക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിയമനിർമ്മാണം കൊണ്ടുവരണം. ഇതുമാതിരിയുള്ള അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം. ഇടവക ജനങ്ങളെയും സ്വത്തുക്കളും അവർക്ക് അവകാശപ്പെട്ടത് നിഷേധിച്ചുകൊണ്ടുള്ളതായ കോടതി വിധികൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും അത് നീതിപീഠത്തോടുള്ളതായ നിഷേധ മനോഭാവമല്ല. പക്ഷേ ജനിച്ചു വളർന്ന മാമോദിസം വിശ്വാസം പഠിച്ചു വളർന്ന ഇടവകയിൽ നിന്നും കണ്ണുനീരോടെ ഇറങ്ങിപ്പോരേണ്ടുന്ന ഒരു സാധാരണ വിശ്വാസിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അധികാരങ്ങളൊക്കെ മാറ്റിവെക്കാം. ഞാൻ കണ്ണുനീരോടെയാണ് അവിടെ ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ മുന്നിലിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു? പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങി കൊടുക്കുമായിരുന്നത്. 4 മണിക്കൂർ സമയം തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇറക്കി വിട്ടുകൊള്ളാൻ ഞാൻ പറഞ്ഞതാണ്. കേട്ടില്ല. ആർക്ക് വേണ്ടിയിട്ട്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്? അരുൺമിശ്രയുടെ വിധി അതാണോ? നിങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. ആ ജഡ്ജ്മെന്റ് 2-3 പ്രാവശ്യം വായിക്കും. അപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. പാത്രീകത്തിൽ വിശ്വസിക്കുന്നവരെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. 34 കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ വിശ്വസിക്കുന്ന ഉപദ്രവിക്കുവാനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കരുതെന്ന് വ്യക്തവും ശക്തവുമായ ഭാഷ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് തരത്തിലുള്ള വിധിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 2 പ്രാവശ്യം ചിന്തിക്കണം. ഞങ്ങൾക്ക് വേദനയുണ്ട്, സങ്കടമുണ്ട്.
ജുഡീഷ്യറിയിൽ എന്നാലും ഇപ്പോഴും ആ വിശ്വാസം ശക്തമായി തന്നെ നിലനിർത്തുന്നു. അതെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതര ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധത്തിൽ കുറവുകളൊന്നുമില്ല. മാർത്തോമാ സഭയുമായും കത്തോലിക്ക സഭയുമായും CSI സഭയുമായി നല്ല ബന്ധമാണ്. കത്തോലിക്ക സഭയുമായി സാക്രമെന്റലായിട്ട് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർത്തോമാ സഭയുമായി പല കാര്യങ്ങളിലും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നതിന് സഭ ചർച്ചകൾ വീണ്ടും സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ പങ്കെടുക്കുന്ന ഇവരുടെ സാന്നിധ്യമുള്ള വേദികൾ ഞങ്ങൾക്ക് തൽക്കാലം ഉപേക്ഷിച്ച് മതിയാകൂ. സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ അവർ ഇതെല്ലാം പൂർണ്ണ മനസ്സോടെ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രയാസഘട്ടത്തിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഇത് കടുപ്പം കൂടി വരുന്നു. സെപ്റ്റംബർ മാസം 2 എന്നുള്ളത് ചില ആളുകളുടെ ഒരു പ്രത്യേക താല്പര്യങ്ങൾക്ക് ഇതിൽ കൊണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ എല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് കോവിഡ് വ്യാപനം കൂടുതലുണ്ടാകാനുള്ളതായ സാധ്യതകളിലേക്ക് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഗവൺമെന്റിനും ജുഡീഷ്യറിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് കൗതാശികമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദാശകളും അവരുമായിട്ടുള്ള അതിനകത്തുള്ള ബന്ധമാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ കണ്ടുവരുന്നതിന് പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അവിടെ മാമോദിസ മുഖി മോറോൻ പൂശി വരുന്ന കുഞ്ഞുങ്ങളെ അത് ഇനി മുതൽ പരിശുദ്ധ പാത്രീർക്കീസ് ബാബായുടെ ആ കൽപ്പനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. അതിന് പ്രകാരം ആ കുഞ്ഞുങ്ങളെ യാക്കോബായ സഭയിലേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ, കാരണം അവർ ഇന്ന് ഉപയോഗിക്കുന്ന മോറോൻ ഈ സഭയുമായിട്ട് യാതൊരു ബന്ധപ്പെട്ടതല്ല, അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇവിടെ മോറോൻ പൂശി മാത്രമേ ഈ സഭയിലെ അംഗത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായ ഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിവാഹത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോഴും അവരെ മോറോൻ പൂശി മാത്രമേ ഈ സഭയിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഔദാശികമായിട്ടുള്ളതായ ബന്ധങ്ങളുടെ ചില പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്, അതിനകത്ത് ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇതുപോലുള്ളതായ എല്ലാ കാര്യങ്ങളും ആരാധനാപരമായ സമയം ഉണ്ടാവട്ടെ, പ്രാർത്ഥനാപരമായിട്ട് അവരുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാവട്ടെ. അവിടെ എങ്ങനെയെങ്കിലും വിവാഹം ഞങ്ങൾ ഇവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിവാഹം നടന്നാൽ പോലും അവിടെ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ, ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഇവിടുത്തെ സഭയുടെ മോറൽ പൂശി മാത്രമേ അവരെ ഇങ്ങോട്ട് വെക്കുകയുള്ളൂ. നിയമനിർമ്മാണം ഓർഡിനൻസിലൂടെയാണോ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് നേരത്തെ തന്നെ ഇപ്പോൾ ഒരു ഓർഡിനൻസ് സെമിത്തേരി സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അസംബ്ലിയിൽ ബില്ല് പാസ്സാക്കിയാണ് അത് വന്നത്. അതുപോലെ ഒരെണ്ണമാണ് പള്ളികളെ സംബന്ധിച്ചും ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് സർക്കാരിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സഭയ്ക്ക് ഒരു നീതിയുക്തമായ നടപ്പാക്കലാവുണ്ടാവുന്നത്. പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നൊരു തോന്നലിപ്പുണ്ടാവുന്നുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കാണുന്നതായ കാര്യമാണ്. ഗവൺമെൻറ് ആവുന്ന രീതിയിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഗവൺമെൻറ് ഞങ്ങളെയും വിളിച്ചു, അവരെയും വിളിച്ചു ചർച്ചയ്ക്ക്, എന്നാൽ അവരെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വളരെ ന്യായയുക്തമായ ഒരു സമീപനം ആണ് ഉണ്ടായി വന്നിരുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഹൈക്കോടതിയിൽ നിന്നുള്ള നിരന്തരമായ ഉത്തരവുകൾ മൂലം ജില്ലാ ഭരണകൂടവും അതുപോലെ പോലീസ് അധികാരികളും ഒക്കെ നയ
സുപ്രീം കോടതി വിധിയിലുണ്ട്. 34 ഭരണഘടന അതിനൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഉള്ളതായ ഒരു ഭരണഘടന എന്നുള്ള നിലയിൽ അതിന് മാത്രം ഉള്ളത് ഇന്ന് വാസ്തവത്തിൽ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഡിവിഷൻ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഒപ്രഷൻ എന്നാണ് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഈ കോടതി വിധി, അന്തിമ വിധി എന്ന് പറയുന്നത്, ഇവിടുത്തെ പല വിധികളും അന്തിമ വിധി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഒരു, നിങ്ങൾക്കറിയാം നമ്മുടെ കോടതി വിധികളൊന്നും അന്തിമ വിധിയില്ല. ഇത് 100 വർഷം മുമ്പ് അങ്ങനെയാണ് തീരേണ്ട വിധി, 58 തീരേണ്ട വിഷയമാണ്. അതിന് മാത്രമല്ല, എത്ര വിധികൾ ഈ കേരളത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാറുണ്ട്. ചില പണക്കാരെ സംബന്ധിച്ച് വരുമ്പോൾ ഇപ്പോഴും ഒരു റിസോർട്ട് സകല മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു റിസോർട്ട് പൊളിക്കാൻ, അത് ഈ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അരുൺമസ തന്നിട്ട വിധി എന്ത് നടപ്പാക്കാത്തത്? അതോടൊപ്പം തന്നെ മരട് ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. അവിടെ കാണിച്ച ആവേശവും ഇവിടെ കാണിച്ച ഈ പള്ളികൾ പിടിക്കാനുള്ള ആവേശവും ചില കോർപ്പറേറ്റുകളുടെ കാര്യം വരുമ്പോൾ ഇവിടെ പലയിടത്തും കാണുന്നില്ല എന്നുള്ള വൈരുദ്ധ്യവും കൂടി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് തിരുമേനിയുടെ പറഞ്ഞതുപോലെ കോടതി വിധിയൊന്നും അല്ല ഇവിടെ, അതിൻ്റെ അക്ഷരാർത്ഥത്തിലല്ല നടപ്പാക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് താല്പര്യക്കാരുടെ ഇഷ്ടം പോലെയാണ് ഇത് നടപ്പാക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ 1-2 കേസുകൾ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അന്തിമ വിധി എന്ന് പറഞ്ഞുകൊണ്ട് യാത്രവാഹകരുടെ സ്വത്തും പള്ളിയെല്ലാം പിടിച്ചു കൊടുത്തതിന് ശേഷം, ഞങ്ങളെ എല്ലാത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം പിന്നെ കേസ് പറയാൻ പോയിട്ട് എന്തെന്നുള്ളതായിരിക്കും പിന്നെ അവശേഷിക്കുക. അതിന് മുൻപ് ഇതൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ വ്യഗ്രതയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഞങ്ങൾക്ക് ഇനിയൊരു കോടതിയെ ഇനിയൊരു സമീപിച്ച് ഒരു എന്തെങ്കിലും പോസിറ്റീവായിട്ട് നേടിയെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ എന്തിനാണ് ഈ കോവിഡ് കാലത്ത് ഇത്രയും തിരക്ക് പിടിച്ച് ഈ പള്ളികൾ പിടിച്ചെടുക്കുന്നതിന്റെ കാരണം? അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി ചില കോർപ്പറേറ്റുകളൊക്കെ ഇതിന്റെ പിന്നിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകர்கள், നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഇന്ന് പരസ്യമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന മുറയ്ക്ക് അദ്ദേഹവുമായിട്ട് ഈ കാര്യം, കാരണം ഇത് തലമുറകൾക്ക് വേണ്ടിയിട്ട് പൂർവികർ അന്ത്യോക്യ വിശ്വാസത്തിന് കീഴിൽ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്വത്തുക്കളാണ്. രണ്ടാമത് ഇതിനൊക്കെ സ്ഥാപന ഉദ്ദേശമുണ്ട്. ഈ പള്ളികളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് സ്ഥാപന ഉദ്ദേശമുണ്ട്. ആ സ്ഥാപന ഉദ്ദേശം, പിന്നെ മൂന്നാമത് ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ 99% ജനങ്ങളെയും തെരുവിലേക്ക് ഇറക്കി വിടുകയാണ്. അപ്പൊ ഈ ഇതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഓർഡിനൻസോ നിയമമോ എന്തെങ്കിലും നിയമം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങൾ, നീതിപൂർവമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അത് അംഗീകരിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഈ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന നിലയിൽ ഇനിയും നോക്കി നിൽക്കാതെ ഒരു നിയമനിർമ്മാണത്തിന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തയ്യാറാകും. അതോടൊപ്പം തന്നെ യാക്കോബായ സുറിയാനി സഭയിലെ പല ദൈവാലയങ്ങളും ചരിത്ര സ്മാരകങ്ങളാണ്, തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങളായ ദൈവാലയങ്ങളെ ആ രീതിയിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ലിസ്റ്റിൽ വരുന്ന പള്ളികളാണ്. അങ്ങനെയുള്ള ദൈവാലയങ്ങൾ ഇതുപോലെ ഡിസ്പ്യൂട്ടഡ് ഏരിയകളാക്കാതെ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് തന്നെ അങ്ങനെയുള്ള ദൈവാലയങ്ങൾ, പ്രധാനപ്പെട്ട ദൈവാലയങ്ങൾ ഒരു ഡിസ്പ്യൂട്ട് വരികയാണ് ഏറ്റെടുത്ത് അവിടെ 2 വിഭാഗത്തിനും ആരാധനകളെ സമയം വെച്ചുകൊണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളായി അത് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യമാണ് മുളന്തുരുത്തി പോലുള്ള പ്രധാനപ്പെട്ട ദൈവാലയങ്ങൾ ഉണ്ടാകേണ്ടത്. ഇങ്ങനെയുള്ള നടപടിയല്ല. അതിലും ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് പത്രക്കാർക്ക്, മാധ്യമക്കാർക്ക് നിശ്ചയമില്ലാത്ത കാര്യമല്ല, പലപ്പോഴും കോടതിയിൽ ഞങ്ങളുടെ വാദം പോലും കേൾക്കാൻ തയ്യാറാകാത്തതായ സന്ദർഭങ്ങളോടെ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടേണ്ടിടത്ത് നിന്ന് നീതി കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യന്റെ, ഒരു പൗരന്റെ നീതിക്ക് വേണ്ടിയുള്ള ഏറ്റവും ആത്യന്തികമായ അവന് ഭയപ്പെടാവുന്ന കേന്ദ്രമാണ് കോടതികളെന്ന് പറയുന്നത്. ആ കോടതികളിൽ
നിന്ന് പലപ്പോഴും ഞങ്ങളുടെ വാദങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്താ മറുപടി പറയാൻ പറ്റുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളത് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു. രാത്രിയിലാണ് അവിടെ ഓപ്പറേഷൻ നടത്തി. സാധാരണഗതിയിൽ തീവ്രവാദികളെയൊക്കെ സാധാരണ ഇറക്കി വിടാനായിട്ട് കാണിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് വേദപുസ്തകവും വായിച്ചു കൊണ്ടിരുന്നതായ വിശ്വാസികളെയാണ് രാത്രിയുടെ മറവിൽ കയറി അവിടെ ക്രൂരമായ പോലീസ് മർദ്ദനത്തിലൂടെ ഈ കാര്യം നടത്തിയത്. അതിനകത്ത് ജില്ലാ ഭരണാധികാരി, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി RDO, ഞാൻ പേരെടുത്ത് പറയുകയാണ്, ഞങ്ങൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം പള്ളിയകത്ത് കയറി കൂട്ടിയ കാണിച്ച ആവേശവും കാര്യങ്ങളും അതിനകത്ത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ആ കാര്യങ്ങൾ അന്വേഷിച്ച്, അതുകൊണ്ടാണ് ഇവിടെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഈ സംബന്ധിച്ച് ഉണ്ടാകണം. മാത്രമല്ല അവിടെ കൂടിയിരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. കോതമംഗലത്ത് നിങ്ങൾക്കറിയാം, അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അത് ആ ദേശത്തിൻ്റെ മുഴുവനും ഒരു ദേവാലയമാണ്. നാനാജാതി മതസ്ഥരാണ് ഇപ്പോൾ അവിടെ. അനേക മാസങ്ങളായിട്ട് പൗരസമിതി ആ ദേവാലയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ 4 വീട്ടുകാർ പോലും ഇല്ല, ഓർത്തഡോക്സുകാർ, മെത്രാൻ കക്ഷികൾ. ആ പള്ളി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോതമംഗലത്തെ പൗരസമിതിയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. കാരണം ആ ദേശത്തിൻ്റെ മുഴുവനും ഐശ്വര്യമായിരിക്കുന്ന പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ മാത്രം ഒരു ദേവാലയമായിട്ടല്ല, നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അത് നശിപ്പിച്ച് കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ, കാരണം പിടിച്ചെടുത്ത പള്ളികളൊക്കെ നിങ്ങൾ ചെന്നൊന്ന് പരിശോധിക്കുക. ഇവർ പിടിച്ചടക്കിയ പിറവം ഉൾപ്പെടെയുള്ള പള്ളികളുടെ അവസ്ഥകൾ നോക്കുക. നടത്തിക്കൊണ്ടു പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥകളാണ്. ഇത് ഈ സഭ ഇല്ലാതാക്കുക എന്നുള്ളത്. അതുകൊണ്ട് കോതമംഗലത്തെ പ്രതിരോധം എങ്ങനെയായിരിക്കും എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാരും അവിടെയുള്ള വിശ്വാസികളും ആ ദേവാലയത്തിലുള്ളവര് അവർ തീരുമാനിക്കും. അവർക്കറിയാം ആ പള്ളി എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളത്. അതിൽ ഈ 2017 KS വർഗീസ് കേസും 3 പള്ളികളുടെ മാത്രമായിരുന്നു. 3 പള്ളികളുടെ മാത്രമായിരുന്നു. ആ 3 പള്ളികളുടെ കാര്യത്തിൽ അത് ഓപ്പറേഷൻ ഫണ്ടിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് കാര്യങ്ങൾ തീരും എന്നുള്ള ഒരു ധാരണ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ വെച്ചുണ്ടായതായിട്ട് മനസ്സിലാക്കുന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിന് നിർബന്ധമുണ്ടായിരുന്നു. കോർട്ടിൻ്റെ ഡയറക്ഷനാണ്. ഈ 3 പള്ളികളുടെ കേസാണ്. അത് കഴിഞ്ഞിട്ട് അവിടെയും നിൽക്കാണ്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടത്. പിന്നീടാണ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തും പിന്നെ ഗവൺമെൻറ് ഇടപെടുകയും ചർച്ചകളൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിൽ ഒരു റിസെൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ലൈൻ ഉണ്ടാവാതെ പോയത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്. സഭ ഒരു നിലപാടിൽ പറയുന്നില്ല. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇവിടെ തിമോത്തിയോസ് തിരുമേനിയെ ഓർമ്മപ്പെടുത്തിയതുപോലെ സെൻട്രൽ ഫോഴ്സ് വന്ന് നടപ്പാക്കുമെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇതിപ്പം ഇതിൻ്റെ വഴി മുഴുവനും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇത് കേൾക്കുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളതായ ഒരു വികാരമുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കും എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് അതിനു മുൻപ് ഈ അനീതി അവസാനിപ്പിക്കാൻ ഗവൺമെൻറ് അതുകൊണ്ടാണ് ഇപ്പോൾ സെമിത്തേരിയെ സംബന്ധിച്ചിടത്തോളം മൃതശരീരങ്ങൾ റോഡിലൂടെ നിരന്ന സാഹചര്യത്തിൽ 50 ദിവസം വരെ വെച്ചുകൊണ്ട് വിലപേശിയ സാഹചര്യത്തിൽ ഗവൺമെൻറ് വളരെ യാഥാർത്ഥ്യബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടും കൂടി ഒരു തീരുമാനമെടുത്തു. അത് നടപ്പായി. ഇതുപോലെ തന്നെ ഈ സാഹചര്യവും ഈ യാഥാർത്ഥ്യങ്ങളും ഈ അനീതിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടുകൂടെ ഇവിടുത്തെ എല്ലാ കക്ഷികളും അതിന് സഹകരിച്ചു. അന്ന് ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ കക്ഷികളും സഹകരിച്ചു. അതുപോലെ ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടുകൂടെ ഒരു തീരുമാനമെടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കാൻ ഒരു നിയമം കൊണ്ടുവന്ന് യാക്കോബായ സഭയുടെ
ഈ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനും ജനാധിപത്യ രീതിയിൽ ഭൂരിപക്ഷമുള്ളിടത്ത് ഭൂരിപക്ഷത്തിന് വിട്ടുകൊടുത്തത് എത്രാം കക്ഷിയാണെങ്കിൽ എത്രാം കക്ഷി, ബാവാ കക്ഷിയാണെങ്കിൽ ബാവാ കക്ഷി, ആരാണെങ്കിലും അതിനുള്ള നിയമം കൊണ്ടുവന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ അവിടെയായിരിക്കും സഭയുടെ കൂടെ നിൽക്കുന്നവരാരും തിരിച്ചറിയാൻ സഭാമക്കൾക്കറിയാം. അവിടെ വ്യക്തമായ ഒരു നിലപാട് സഭയുടെ മക്കൾ എടുക്കും. സഭയും ആ സമയത്ത് ഞങ്ങൾക്ക് ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സഭയെ സഹായിക്കുവാനായിട്ട് സന്നദ്ധരാകുന്ന ആ ഒരു സാഹചര്യമായിരിക്കും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കേണ്ട, സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പല കേസുകൾ ഹൈക്കോടതിയിലെ കേസ് എടുത്തു കഴിയുമ്പോൾ ഇന്റർവ്യൂ ഓർഡേഴ്സ് എല്ലാം കോവിഡ് പശ്ചാത്തലത്തിൽ നീട്ടിവെക്കാനായിട്ട് ഇത് കൊടുത്ത് അത് നീട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ പള്ളി കേസ് മാത്രം നിങ്ങൾ പരിശോധിക്കുന്നത്, ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ ഇന്റർവ്യൂ ഓർഡേഴ്സ് എല്ലാം കോവിഡ് പ്രമാണിച്ച് നീട്ടി ഇതിനേക്കാൾ പ്രമാദമായ കേസുകൾ മാറ്റിവെച്ചപ്പോൾ പള്ളി കേസ് മാത്രം നീട്ടിക്കൊടുക്കാതെ, ഒരു ദിവസം പോലും നീട്ടിക്കൊടുക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് രാത്രി വന്ന് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ ദുരൂഹതയാണ് തിരുമേനി ഇവിടെ പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് ഇനി അറിയാം. ഈ പത്രസമ്മേളനം നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഇവിടെ വന്ന് സഹകരിച്ച എല്ലാ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരോടും യാക്കോബായ സുറിയാനി സഭയ്ക്കുള്ളതായ നന്ദി വളരെ ഹൃദയത്തോടുകൂടെ അറിയിക്കുന്നു. ഞങ്ങളുടെ മുന്നോട്ടുള്ളതായ പ്രയാണത്തിൽ നിങ്ങളുടെ സഹകരണം പുണ്യത്തോടെ പ്രതീക്ഷിക്കുന്നു.